ത്രിയേക ദൈവത്തിന് സ്തുതി. വചനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവവചനം ധ്യാനിക്കുക, പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിലാഴമുള്ളവരാവുക. അതാണ് ക്രിസ്തീയ ജീവിതം. വചനത്തെ ധ്യാനിച്ച പൂർവ്വപിതാക്കന്മാർ വചനധ്യാനത്തെക്കുറിച്ച് മനോഹരമായ ഒരു ദർശനം പങ്കുവെക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അതൊരു കടൽ പോലെയാണ്. കടലിൻ്റെ കരയ്ക്ക് കുട്ടികൾക്കിരുന്ന് കളിക്കാം. ഒരുപക്ഷെ ബൈബിൾ കഥകൾ കേൾക്കുന്നത് അങ്ങനെയാണ്. കടലിനെ മുന്നോട്ട് നീങ്ങി ചില തുള്ളി എടുത്ത് രുചിച്ചു നോക്കി നമുക്ക് കടലിൻ്റെ രുചി അറിയാം. ചില വാക്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ അല്പം കൂടെ മുന്നോട്ട് നടന്ന് കാലൊക്കെ നനയ്ക്കാം. ചില സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്നത് അങ്ങനെയാണ്. കടലിൽ വീണ്ടും മുന്നോട്ട് നോങ്ങി ആഴത്തിൽ കുളിക്കാം. ഒരുപക്ഷെ ചില വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിൾ അങ്ങനെയാണ്. വീണ്ടും ആഴത്തിലേക്ക് സഞ്ചരിക്കാം. അവിടെ അനേകം മത്സ്യങ്ങൾക്ക്, അനേക ജലജീവികൾക്ക് സഞ്ചരിക്കാനുള്ള ഇടമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ അനേകം സാധ്യതകൾ, ജീവനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ചുള്ള അനേകം വരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വീണ്ടും വചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ കടലിനകത്തൂടെ കപ്പൽ പോലെയുള്ള വലിയ ജലവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ആദ്യം മുതൽ അവസാനം വരെയുള്ള യേശുവിനെ കുറിച്ച് പഠിക്കാം. ആദ്യം മുതൽ അവസാനം വരെയുള്ള രക്ഷയെക്കുറിച്ച് പഠിക്കാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സൗന്ദര്യത്തെക്കുറിച്ച്, ഇസ്തെറ്റിക്സ് ഓഫ് ഗോഡ്, അതിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. സൈലൻസ് ഓഫ് ഗോഡിനെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള വേദപുസ്തക പഠനങ്ങൾ ഉണ്ട്. അങ്ങനെയൊക്കെ ആഴങ്ങൾ പഠിക്കാൻ സാധിക്കുമ്പോഴും പിന്നെയും കടലിൻ്റെ അപാരത ശേഷിക്കുകയാണ്. അതുപോലെയാണ് വിശുദ്ധ വചനം. എത്ര പഠിച്ചാലും എത്ര ധ്യാനിച്ചാലും വീണ്ടും അപാരത ശേഷിക്കുന്നു. അതുകൊണ്ടാണ് കേരൻ ആംസ്ട്രോങ് എന്ന എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട്, കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇമേജറിയേക്കാൾ ശക്തമായൊരു ഇമേജറി, ആ ഇമേജറി ബേണിംഗ് ബുഷിന് മുമ്പിൽ നിൽക്കുന്ന മോശയുടെ ഇമേജറിയാണ്. ബേണിംഗ് ബുഷിന് മുമ്പിൽ നിൽക്കുന്ന മോശ വിസ്മയത്തോടെ നിന്നതുപോലെ വേണം ഓരോ തവണയും വചനത്തിനു മുമ്പാകെ നാം നിൽക്കാൻ. ആ വിസ്മയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ആ വിസ്മയത്തിലേക്ക് നമ്മെ വിളിക്കുവാൻ വേണ്ടിയാണ് കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ വകയായി ആരംഭിക്കുന്നതായ ഈ പഠന പരമ്പര. ഇതിനെ ഞങ്ങൾ നാമകരണം ചെയ്യുന്നത് യൗമോനോ, ഡെയിലി ബ്രെഡ് എന്ന സുറിയാനി പദമാണ്. ഈ പദം നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്ത പദമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് യൗമോനോ? പണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളൊരു ഗീതം ചൊല്ലുമായിരുന്നു. അതിൽ യാവന എന്നൊരു വാക്കുണ്ടായിരുന്നു. അന്നുള്ള യാവന ഞങ്ങൾക്ക് തരണമേ. ഈ മലയാള പദം വന്നത് യൗമോനോ എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്. അന്നത്തേക്കുള്ള ആഹാരം ആണ്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കിടക്കയിലായിക്കൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത്. ജോലിക്ക് പോകുന്ന തിരക്കിനിടയ്ക്കായിരിക്കാം, ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതിനിടയ്ക്കായിരിക്കാം, യൗവനക്കാരനായിരിക്കാം, വൃദ്ധനായിരിക്കാം, കൊച്ചുകുട്ടിയായിരിക്കാം. എല്ലാവരെയും വചനം വിസ്മയിപ്പിക്കും. അങ്ങനെ വചന വിസ്മയത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചന പരമ്പരയിലൂടെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. 1 ശമൂവേൽ chapter 1 verses 1 following. എഫ്രീം മലനാട്ടിലെ രാമഥയീം സോഫിമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ എലിഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. എലിഹു എഫ്രീമിനായ സൂഫീമിൻ്റെ മകനായി തോഹുവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഇല്ലായിരുന്നു. തലമുറകളെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ, വാക്ക് പാലിക്കുന്ന ജീവിതശൈലിയുടെ ഉടമകളായി നിലനിൽപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഡോക്ടർ യു ആർ അനന്തമൂർത്തി കന്നഡ സാഹിത്യത്തിലെ അതിപ്രഗത്ഭനാണ്. ഡോക്ടർ യു ആർ അനന്തമൂർത്തി ക്രൈസ്തവ മതത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് കഥകളുടെ മതം എന്നാണ്. കഥകളിലൂടെയാണ് ക്രൈസ്തവ മതം ലോകമെമ്പാടും ചെന്നത്. കഥകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, കഥകൾക്ക് ദർശനമുണ്ട്, കഥകൾക്ക് ആത്മീയതയുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞ കഥകളിൽ അനിതര സാധാരണമായ സൗന്ദര്യമുള്ള കഥയാണ് ഒരു വഴിയാത്രക്കാരൻ്റെ കഥ. നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നതായ ശമര്യക്കാരൻ്റെ പാടുകളെ, ഓർമ്മകളെ എടുത്തുകൊണ്ട് പുതിയ വഴിയിലൂടെ സഞ്ചരിപ്പാൻ, ആ ശമര്യക്കാരോട് നന്ദിയുള്ളവരായിരിക്കാൻ, ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കരുണയുടെ കാലുകളും കരുണയുടെ കൈകളും കരുണയുടെ കണ്ണുകളും നമുക്കുണ്ടാവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും.